സ്പെഷ്യൽ എഡിഷൻ തുടരുന്നു. ബംഗളൂരു സ്ഫോടന കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന കേസിൽ മാധ്യമപ്രവർത്തക കെ ഷാഹിനയ്ക്ക് മടിക്കേരി സോംവാർപേട്ട് കോടതി ജാമ്യം അനുവദിച്ചു. കേസ് പരിഗണിക്കുന്നത് 30-ാം തീയതിയിലേക്ക് മാറ്റി. അതേസമയം ജാമ്യത്തിനായി കോടതിയിലേക്കുള്ള യാത്രാമധ്യേ സംഘപരിവാർ പ്രവർത്തകർ ഷാഹിനയെ തടഞ്ഞുവെച്ചു. ഷാഹിനയുടെ ജാമ്യക്കാരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനും ശ്രമമുണ്ടായി. കോടതി പരിസരത്ത് വെച്ച് മീഡിയ വൺ സംഘത്തെയും സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു. ക്യാമറ പിടിച്ചുവാങ്ങാനും ശ്രമം നടന്നു. ഇർഷാദ് പടന്ന ചേരുന്നു നമുക്കൊപ്പം. ഇർഷാദ്, എന്താണ് കോടതി വളപ്പിൽ സംഭവിച്ചത്? അതിന്റെ വിശദാംശങ്ങൾ പറയും. രാജീവ്, പോലീസ് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് 2 കേസുകളാണ് കെ ഷാഹിനക്ക് മേൽ ചാർത്തിയിരുന്നത്. ഇതിൽ യോഗാനന്ദയെ ഭീഷണിപ്പെടുത്തി എന്ന കേസിലാണ് കർണാടക സോമരാജ്പേട്ട കോടതി ഷാഹിനക്ക് ജാമ്യം അനുവദിച്ചിരുന്നത്. ഈ കേസിൽ ഷാഹിനക്ക് കർണാടക ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നാണ് അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ജാമ്യം അനുവദിച്ച കോടതി കേസ് മാർച്ച് 30-ന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. അതേസമയം കോടതി പരിസരത്ത് സംഘപരിവാർ സംഘടനാ പ്രവർത്തകർ തടിച്ചുകൂടി ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. ഷാഹിനയോടൊപ്പം വന്നവരെ അസഭ്യം പറയുകയും ജാമ്യം നിൽക്കാനായി വന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ജാമ്യം നിൽക്കാൻ വന്ന രവി എന്നയാളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതടക്കമുള്ളവ ചിത്രീകരിക്കാൻ ശ്രമിച്ച മീഡിയ വൺ സംഘത്തെ ക്യാമറമാനെയും തടഞ്ഞുവെച്ച സംഘപരിവാർ സംഘടനകൾ ക്യാമറമാനെ സ്റ്റാലിന്റെ കൈ പിടിച്ചിരിക്കുകയും ക്യാമറ പിടിച്ചു വലിക്കുകയും ചെയ്തു. ഒരു തരത്തിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാതെ വേറെ നേരം സംഘത്തെ പിടിച്ചുവെച്ചു. പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല. ഏറെ പണിപ്പെട്ടാണ് ഈ സംഘത്തിൽ നിന്നും മീഡിയ വൺ സംഘത്തിന് രക്ഷപ്പെടാനായത്. അതിനുശേഷം പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് ഷാഹിനയും സംഘവും അതോടൊപ്പം മീഡിയ വൺ സംഘവും സോമരാജ്പേട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നത്. രാജീവ്, സോംവാർപേട്ട് കോടതി വളപ്പിൽ നടന്ന സംഭവങ്ങളുടെ വിവരങ്ങളാണ് ഇർഷാദ് പടന്ന നൽകിയത്. തന്റെ ജാമ്യക്കാരെയും കേസിലെ സാക്ഷികളെയും ജാതി പറഞ്ഞ് പിന്തിരിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചതെന്ന് കെ ഷാഹിന പറഞ്ഞു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോട് മോശമായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന് ഷാഹിന മീഡിയ വണ്ണിനോട് പറഞ്ഞു. പിന്നെ എന്റെ സുഹൃത്തുക്കൾ അവരുടെ അടുത്ത് നിന്ന് വളരെ തന്ത്രപരമായി അതായത് മാറ്റിക്കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയപ്പോൾ അവർ ശ്രീത്തിനോടും ഇങ്ങനെ മോശമായിട്ട് പിന്നെ വിരട്ടുന്ന തരത്തിൽ സംസാരിച്ചു. ഇത് കർണാടകമാണ്, കേരളമല്ല, ഇവിടെ വന്ന് കളിക്കേണ്ടെന്ന തരത്തിൽ ശ്രീത്തിനോടും മോശമായിട്ട് സംസാരിച്ചു. പിന്നെ എൻ്റെ മറ്റൊരു സുഹൃത്ത് ജിഷ ഉണ്ടായിരുന്നു കൂടെ. ജിഷയോട് അവർ പിന്നെ വളരെ മോശമായ ഭാഷയിൽ എന്താടി എന്നൊക്കെ ചോദിച്ചിട്ട് ആ തരത്തിൽ സംസാരിച്ചു. സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനത്തെ കോടതിക്ക് മുൻപിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ കേസ് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷാഹിന പറഞ്ഞു. അപ്പോൾ ഒരു കോടതിക്കകത്ത് പോലും ഇതാണ് ഈ സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ഇപ്പോൾ ഈ കേസ് ഇവിടെ നിന്ന് മാറ്റണം, ഈ കോടതിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്ന് നമ്മൾ പിന്നെ നിയമപരമായി തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഹൈക്കോടതി സൂര്യനെല്ലി കേസിൽ ഹൈക്കോടതി വിധി റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയെ തുടർന്ന് കേസ് തിങ്കളാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചേക്കും. സ്ത്രീ പീഡനങ്ങൾക്കായി രൂപീകരിച്ച പ്രത്യേക ഹൈക്കോടതി ബെഞ്ചിന് മുൻപാകെ കേസ് എത്തില്ല. വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് അനി ജോസഫ് ഉണ്ട്. അഡ്വക്കേറ്റ് അനി ജോസഫ്, എന്താണ് സൂര്യനെല്ലി കേസ് വീണ്ടും ഹൈക്കോടതിയിൽ എത്തുമ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? സുപ്രീം കോടതി കേരള ഹൈക്കോടതി സൂര്യനെല്ലി കേസിൽ വിധിച്ച വിധി റദ്ദാക്കിയതോടുകൂടി സൂര്യനെല്ലി കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്ത്രീ പീഡനങ്ങൾക്കെതിരെയുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് തിങ്കളാഴ്ച വിധി പരിഗണിക്കുന്നതെങ്കിലും ഡിവിഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ജഡ്ജിമാരിൽ TR രാമചന്ദ്രൻ നായർ ഇതിനു മുമ്പ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ ആ ബെഞ്ച് ഈ വിധി കേസ് വീണ്ടും പരിഗണിക്കാൻ സാധ്യതയില്ല. മറ്റൊരു ബെഞ്ചിലേക്ക് ഈ വിധി കേസ് മാറ്റുന്നതിനാണ് സാധ്യത. അതുകൊണ്ട് ഇപ്പോൾ 35 പേരോളമാണ് കോട്ടയം സെഷൻസ് കോടതി അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയത്. ആ വിധിയായിരുന്നു കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. കേരള ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയതോടുകൂടി കോട്ടയം സെഷൻസ് കോടതിയുടെ വിധി നിലവിൽ വരികയാണ്. ഇതിൽ 35 പ്രതികളിൽ 18ഓളം പ്രതികൾ ഇപ്പോൾ കേരള ഹൈക്കോടതിക്ക് മുമ്പിൽ ജാമ്യ ഹർജിയുമായി എത്തിക്കഴിഞ്ഞു. ഈ ആദ്യമെത്തിയ ഈ 18 പേരുടെ ബെയിൽ ആപ്ലിക്കേഷനുകളായിരിക്കും തിങ്കളാഴ്ച കോടതി പ്രധാനമായും പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജാമ്യ ഹർജികളും അതിനെ തുടർന്ന് കോടതി പരിഗണിക്കുന്നതായിരിക്കും. PJ കുര്യനെതിരെ സൂര്യനെല്ലി പെൺകുട്ടി കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മാതാപിതാക്കൾക്കും 2 വനിതാ അഭിഭാഷകർക്കും ഒപ്പം എത്തിയാണ് പരാതി നൽകിയത്.
പുതിയ കേന്ദ്ര ഓർഡിനൻസ് പ്രകാരം കുര്യനെതിരെ കേസെടുക്കണമെന്നതാണ് ആവശ്യം. കേസിലെ പ്രതി ധർമ്മരാജിന്റെ വെളിപ്പെടുത്തൽ കുര്യനെതിരായ തെളിവുകളായി പരിഗണിച്ച് കേസെടുക്കണം എന്ന ആവശ്യം. കേസ് എടുക്കാനാകില്ലെന്ന് കോട്ടയം SP രാജഗോപാൽ പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ കുര്യനെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് പെൺകുട്ടി കുര്യനെതിരെ പരാതി നൽകിയത്. കുര്യൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു. പെൺകുട്ടി പരാതി നൽകിയതിന് ശേഷമാണ് കേസെടുക്കാനാകില്ല എന്ന് കോട്ടയം SP അറിയിച്ചത്. പാർലമെന്ററി ഉപജാപത്തിലൂടെ മന്ത്രിസഭയെ താഴെയിറക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ താങ്ങുകൊടുത്തു നിർത്താൻ തയ്യാറല്ല. UDFിലെ എല്ലാ ഘടകകക്ഷികളുടെ മുന്നിലും വാതിൽ കൊട്ടിയടക്കില്ലെന്നും പിണറായി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF സർക്കാരിനെ താഴെയിറക്കാൻ ശ്രമിക്കണമെന്ന LDF സംസ്ഥാന കമ്മിറ്റി തീരുമാനം ശരിവെക്കുന്നതായിരുന്നു പിണറായി വിജയന്റെ പരാമർശം. ഞങ്ങൾ ആദ്യമേ വ്യക്തമാക്കിയ കാര്യമുണ്ട്, അത്തരം ഒരു പാർലമെന്ററി മാനറിങ്ങിന് ഞങ്ങളില്ല. അത് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ താങ്ങ് കൊടുത്ത് രക്ഷിക്കുക എന്നുള്ളതല്ല. ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് നിൽക്കാൻ അർഹതയില്ലാത്ത ഗവൺമെന്റാണ്. അത് ഏറെക്കുറെ വീഴാനുള്ള അവസ്ഥയിൽ ഇപ്പോൾ കഴിയാണ്. അത് വീഴുന്നത് കേരളത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതങ്ങ് താഴെ പോകും. സ്വയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത്. തകർച്ചയുടെ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരിനെ താങ്ങുകൊടുത്തു നിർത്താൻ LDF ശ്രമിക്കില്ല. ഇടതുപക്ഷ മനോഭാവമില്ലാത്ത കക്ഷികളുമായി കൂട്ടുകെട്ടിനില്ല. എന്നാൽ UDFിനൊപ്പമുള്ള ഇത്തരം മനോഭാവമുള്ള കക്ഷികൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടക്കില്ല. ഞങ്ങളെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികൾ കൂടിയുള്ളൊരു സംവിധാനത്തിനാണല്ലോ ഇപ്പോൾ നിലകൊള്ളുന്നത്. അതല്ലാത്ത കൂട്ടരെ ഞങ്ങൾ തൊടില്ല. അതാണ് ഞങ്ങൾ സാധാരണ സ്വീകരിക്കുന്നതല്ല. ഒരിക്കലും അടക്കില്ല. അങ്ങനെ ഒരു സമീപനവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എപ്പോഴും വിശാല മനസ്കരൻ. CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്നതിലൂടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള മറ്റു വഴികളും ആരായണമെന്ന CPI നിർദ്ദേശത്തിന് CPIയും പച്ചക്കൊടി കാട്ടിയെന്നാണ് പിണറായിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തരം വഴികൾ തേടുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശക്തി പകർന്ന് CPIയും കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാഥകൾ ഈ മാസം 25 മുതൽ സംസ്ഥാനത്ത് പര്യടനം നടത്തും. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള നയിക്കുന്ന ജാഥ 3 ദിവസങ്ങളിലായി സംസ്ഥാനത്തെ 8 ജില്ലകളിലാണ് പര്യടനം നടത്തുക. മീഡിയ 1 തിരുവനന്തപുരം. റെയിൽവേ ബജറ്റിന് ഇനി 4 നാൾ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് തറക്കല്ലിട്ടിട്ട് ഇന്ന് 1 വർഷം തികയുന്നു. 36 മാസത്തിനകം പണി പൂർത്തിയാക്കുമെന്നാണ് ഉദ്ഘാടനം നിർവഹിച്ച് അന്നത്തെ റെയിൽവേ മന്ത്രി ദിനേശ് ത്രിവേദി പറഞ്ഞത്. എന്നാൽ അടിസ്ഥാന ജോലികൾ പോലും ഇതുവരെ തീർന്നിട്ടില്ല. കേരളത്തിനൊരു കൊച്ചു ഫാക്ടറി എന്നത് പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. 2008 റെയിൽവേ ബജറ്റിലാണ് കഞ്ചിക്കോട്ടെ കോച്ച് ഫാക്ടറി പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 22 അന്നത്തെ റെയിൽവേ മന്ത്രി കോട്ടമൈതാനത്ത് തറക്കല്ലിട്ടു. വലിയ വാഗ്ദാനങ്ങളോടെയാണ് കോച്ച് ഫാക്ടറിയുടെ തറക്കല്ലിടൽ നടന്നത്. 300 മീറ്റർ ചുറ്റുമതിൽ കെട്ടിയതൊഴിച്ചാൽ മറ്റൊരു പണിയും ഇവിടെ നടന്നിട്ടില്ല. ഉമ്മൻചാണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു കോട്ടമൈതാനത്തെ ഈ തറക്കല്ലിടൽ തട്ടിപ്പ്. ഞങ്ങളത് അന്ന് പറഞ്ഞിരുന്നു. അത് ഏറ്റവും ശരിയായിരുന്നു എന്നതാണ് ഇത്രയും സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. 1 കൊല്ലമായിട്ട് ഇപ്പോൾ തറക്കല്ല് എവിടെയാണെന്ന് തന്നെ ആർക്കും അറിയില്ല. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. 26% ഓഹരി മാത്രമായിരിക്കും റെയിൽവേക്കുണ്ടായിരിക്കുക. ടൗൺഷിപ്പോടെ 900 ഏക്കർ ഭൂമി വേണമെന്ന് റെയിൽവേ പറഞ്ഞിരുന്നു. പിന്നീട് ടൗൺഷിപ്പ് ഒഴിവാക്കി 426 ഏക്കർ ഭൂമി എന്നാക്കി. കഴിഞ്ഞ LDF സർക്കാർ ഭൂമി ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകി. കഴിഞ്ഞ വർഷത്തെ റെയിൽവേ ബജറ്റിൽ 35 കോടി ഫാക്ടറിക്ക് അനുവദിച്ചു. ഇതിൽ 32 കോടിയിലധികം രൂപ ഭൂമി വാങ്ങാൻ സംസ്ഥാനത്തിന് നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. പദ്ധതി നിർമ്മാണത്തിനായി ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയോ സ്പെഷ്യൽ ഓഫീസറെയോ നിയമിക്കുവാനുള്ള നടപടികൾ പോലും ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് ഇവിടെയാണ്. തറക്കല്ലിടൽ കഴിഞ്ഞ് 1 വർഷമായിട്ടും ഏറ്റെടുത്ത ഭൂമിയിൽ അതിരുകെട്ടി തിരിക്കുന്ന പണി പോലും പൂർത്തിയായിട്ടില്ല. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിക്ക് പുതിയ റെയിൽവേ ബജറ്റിൽ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ അനൂപ് CPയോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സെല്ലുലോയിഡ് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിനെ മികച്ച നടനായും, 22 ഫീമെയിൽ കോട്ടയം, നിദ്ര എന്നീ സിനിമകളിലെ അഭിനയത്തിന് റീമ കല്ലിങ്കലിനെ മികച്ച നടിയായും തിരഞ്ഞെടുത്തു. ലാൽ ജോസ് മികച്ച സംവിധായകൻ.
കമൽ സംവിധാനം ചെയ്ത സെല്ലുലോയിഡിന് മികച്ച ചിത്രം ഉൾപ്പെടെ 7 പുരസ്കാരങ്ങൾ ലഭിച്ചു. പപ്പിലി യുദ്ധയുടെ സംവിധായകൻ ജയൻ ചെറിയാന് ജൂറിയുടെ പ്രത്യേക പരാമർശം. സെല്ലുലോയിഡ്, അയാളും ഞാനും തമ്മിൽ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പൃഥ്വിരാജ് മികച്ച നടനായപ്പോൾ 22 ഫീമെയിൽ കോട്ടയത്തിലെ പ്രകടനത്തിന് റീമ കല്ലിങ്കൽ 2012 നല്ല നടിയായി. കമൽ ഒരുക്കിയ സെല്ലുലോയിഡാണ് മികച്ച ചിത്രം. മികച്ച സംവിധായകൻ ലാൽ ജോസും. ചിത്രം അയാളും ഞാനും തമ്മിൽ. കലാമൂല്യമുള്ള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട അയാളും ഞാനും തമ്മിലെ അഭിനയത്തിന് സലീം കുമാർ മികച്ച ഹാസ്യ നടനുമായി. ഒഴിമുറിയാണ് ഏറ്റവും നല്ല രണ്ടാമത്തെ സിനിമ. മഞ്ചാടിക്കുരു, ഉസ്താദ് ഹോട്ടൽ എന്നിവയ്ക്ക് തിരക്കഥ എഴുതിയ അഞ്ജലി മേനോനാണ് പോയ വർഷത്തെ മികച്ച തിരക്കഥാകൃത്ത്. വിജയ് യേശുദാസ്, സിത്താര എന്നിവരാണ് ഗായകനും ഗായികയും. സ്പിരിറ്റിലെ വരികൾക്ക് റഫീഖ് അഹമ്മദ് മികച്ച ഗാനരചയിതാവായി. സെല്ലുലോയിഡിലെ കാറ്റേ കാറ്റേ എന്ന വരികൾക്ക് ഈണം പകർന്ന എം ജയചന്ദ്രനാണ് സംഗീത സംവിധായകൻ. ഛായാഗ്രാഹകൻ മധു നീലകണ്ഠനും. കളിയച്ചനെ സമ്മാനിച്ച റഫീഖ് അബ്ദുറഹ്മാനാണ് നവാഗത സംവിധായകനുള്ള പുരസ്കാരം. മറ്റ് പ്രധാന അവാർഡുകൾ: ശബ്ദലേഖനം MR രാജു, മേക്കപ്പ് MG റോഷൻ, വസ്ത്രാലങ്കാരം SP സതീഷ്, കലാസംവിധാനം സുരേഷ് കൊല്ലം. K ഗോപിനാഥന്റെ സിനിമയുടെ നേട്ടങ്ങളാണ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം. മന്ത്രി KB ഗണേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. മികച്ച സംവിധായകൻ ലാൽ ജോസ്, ചിത്രം അയാളും ഞാനും തമ്മിൽ. മികച്ച നടൻ പൃഥ്വിരാജ്, ചിത്രങ്ങൾ സെല്ലുലോയിഡും അയാളും ഞാനും തമ്മിൽ. 75,000 രൂപയും ശില്പവും പ്രശസ്തി പത്രമാണ്. മികച്ച നടി റീമ കല്ലിങ്കൽ, ചിത്രങ്ങൾ നിദ്ര, 22 ഫീമെയിൽ കോട്ടയം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. സ്പെഷ്യൽ എഡിഷനിൽ ഒരിടവേള കൂടി.